നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. PSC മുൻ വർഷങ്ങളിൽ ടെക്നിക്കൽ എക്സാമുകളിൽ ചോദിച്ച 20 GK ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ്. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ചോദ്യ പേപ്പർ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2. അപ്പം അതിലെ ഏതൊക്കെ ചോദ്യങ്ങളാണ് PSC ചോദിച്ചിരിക്കുന്നത് എന്ന് നോക്കാം. അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് പോപ്പുലേഷൻ ഈസ് നോൺ എസ്. ജനസംഖ്യയെ പറ്റിയുള്ള പഠനത്തിന് പറയുന്ന പേരെന്താണ്? ഡെമോഗ്രഫി. ഡെമോഗ്രഫിയാണ് സ്റ്റഡി ഓഫ് പോപ്പുലേഷൻ. അപ്പോൾ സയന്റിഫിക് സ്റ്റഡി ഓഫ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് പോപ്പുലേഷൻ ഈസ് നോൺ എസ് ഡെമോഗ്രഫി. അടുത്ത ചോദ്യം, ദ ലീഡർ ഓഫ് ഈഴവ മെമ്മോറിയൽ. ഈഴവ മെമ്മോറിയലിന്റെ ലീഡർ ആരായിരുന്നു? ഡോക്ടർ പൽപ്പു ആയിരുന്നു ഈഴവ മെമ്മോറിയലിന്റെ ലീഡർ. ഹിരാക്കുഡ് ഡാം ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ റിവർ. ഹിരാക്കുഡ് ഡാം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? മഹാനദിയിലാണ് ഹിരാക്കുഡ് ഡാം സ്ഥിതി ചെയ്യുന്നത്, ഒഡീഷ. അടുത്ത ചോദ്യം, ഹു ഹാസ് വൺ ദ മാൻ ബുക്കർ പ്രൈസ് 2014? 2014 മാൻ ബുക്കർ പ്രൈസ് നേടിയത് ആരാണ്? 2014 അന്നത്തെ കറണ്ട് അഫെയർ ആണ്. റിച്ചാർഡ് ഫ്ലാനാഗൻ ആണ് 2014 മാൻ ബുക്കർ പ്രൈസ് നേടിയത്. അപ്പൊ 2019 മാൻ ബുക്കർ പ്രൈസ് നേടിയത് ആരാണ്? 2 പേരാണ് പങ്കിട്ടത്. ആദ്യത്തെ ആള് മാർഗ്രറ്റ് അറ്റ്വുഡ്, രണ്ടാമത്തെ ആള് ബെർണാഡിൻ ഇവാരിസ്റ്റോ. മാർഗ്രറ്റ് അറ്റ്വുഡും ബെർണാഡിൻ ഇവാരിസ്റ്റോയും ചേർന്നിട്ടാണ് 2019 മാൻ ബുക്കർ പ്രൈസ് പങ്കിട്ടത്. ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ഹു റേസ്ഡ് ദ സിമ്പിൾ സ്ലോഗൻ ഡു ഓർ ഡൈ ഫോർ ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്? ഡു ഓർ ഡൈ എന്ന മുദ്രാവാക്യം ആരാണ് ഉയർത്തിയത്? മഹാത്മാഗാന്ധി. അടുത്ത ചോദ്യം, ദ ബർത്ത് പ്ലേസ് ഓഫ് ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം എവിടെയാണ്? ചെമ്പഴന്തിയിലാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത്. അടുത്ത ചോദ്യം, ദ സിസ്റ്റം ഓഫ് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് ഫോർ മുസ്ലിം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ ആക്ട് ഓഫ്. മുസ്ലിങ്ങൾക്ക് വേണ്ടി സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് എന്ന സിസ്റ്റം ഏത് ആക്ട് വഴിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? 1909 ആക്ട് വഴിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അടുത്ത ചോദ്യം, ബോംബെ ഹൈ ഈസ് ഫേമസ് ഫോർ. ബോംബെ ഹൈ എന്തിനാണ് പ്രശസ്തം? ബോംബെ ഹൈ പെട്രോളിയം ഡെപ്പോസിറ്റ്സിനാണ് പ്രശസ്തം. The person who shared Nobel Peace Prize 2014 with Malala Yousafzai. മലാല യൂസഫ്സായോടൊപ്പം 2014 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം പങ്കിട്ടത് കൈലാഷ് സത്യാർത്ഥിയാണ്. The first split in Congress took place in 1907 at 1907 കോൺഗ്രസിലെ ആദ്യത്തെ പിളർപ്പ് നടന്ന സ്ഥലം എവിടെയാണ്? സൂറത്തിലാണ് ആദ്യത്തെ പിളർപ്പ് നടന്നത്. ദ ഹയസ്റ്റ് മൗണ്ടൻ പീക്ക് ഇൻ കേരള. കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ്. ആനമുടി 2695 മീറ്റർ. സാധുജന പരിപാലന യോഗം വാസ് ഫൗണ്ടഡ് ബൈ. സാധുജന പരിപാലന യോഗം ഫൗണ്ട് ചെയ്തത് ആരാണ്? അയ്യങ്കാളിയാണ്. ദ ഡിക്ലറേഷൻ ഓഫ് പൂർണ്ണ സ്വരാജ് ആസ് ദ ഓൺലി ഗോൾ ടു സ്ട്രൈവ് ഫോർ കെയിം അറ്റ്. പൂർണ്ണ സ്വരാജ് എന്ന ആശയം ഏത് സമ്മേളനത്തിലാണ് ഉരുത്തിരിഞ്ഞത്? ലാഹോർ സമ്മേളനം. പൂർണ്ണ സ്വരാജ് 1929. സ്വരാജ് എന്ന ആശയം 1906 കൽക്കട്ട സമ്മേളനം. അടുത്ത ചോദ്യം, ദ വിന്നർ ഓഫ് ഡച്ച് ഓപ്പൺ ഗ്രാൻഡ് പ്രിക്സ് ബാഡ്മിന്റൺ ടൂർണമെന്റ് 2014. 2014 ഡച്ച് ഓപ്പൺ ഗ്രാൻഡ് പ്രിക്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ വിന്നർ ആരാണ്? അജയ് ജയറാം ആണ്. അപ്പൊ 2019 ഡച്ച് ഓപ്പൺ ഗ്രാൻഡ് പ്രിക്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ മെൻ സിംഗിൾസിന്റെ വിന്നർ എന്ന് പറയുന്നത് ലക്ഷ്യ സെൻ എന്ന് പറഞ്ഞ പ്ലെയർ ആണ്. അത് ഓർത്തിരിക്കുക. മെൻ സിംഗിൾ പ്ലെയർ ആണ്. മെൻ സിംഗിൾ വിന്നർ ലക്ഷ്യ സെൻ. ദ ഫസ്റ്റ് സെക്രട്ടറി ഓഫ് SNDP യോഗത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു? SNDP യോഗത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി കുമാരനാശാൻ ആയിരുന്നു. ദ വീക്ക്ലി ജേർണൽ സ്റ്റാർട്ടഡ് ബൈ ഗാന്ധിജി വാസ്. ദ വീക്ക്ലി ജേർണൽ സ്റ്റാർട്ടഡ് ബൈ ഗാന്ധിജി സ്റ്റാർട്ട് ചെയ്ത വീക്ക്ലി ജേർണൽ ഏതാണ്? ഉത്തരം യങ് ഇന്ത്യ. ഹു ഫൗണ്ടഡ് നായർ സർവീസ് സൊസൈറ്റി ആരംഭിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭൻ.
അടുത്ത ചോദ്യം, ദ കറണ്ട് ലെജിസ്ലേച്ചർ അസംബ്ലി. അപ്പം ഇപ്പോഴത്തെ ലെജിസ്ലേച്ചർ അസംബ്ലി എത്രാമത്തേതാണ്? ഇപ്പോൾ കറണ്ട്ലി 14ാമത്തെ നിയമസഭയാണ്, 14. അടുത്ത ചോദ്യം, ദ തീം ഓഫ് വേൾഡ് പോപ്പുലേഷൻ ഡേ 2014. 2014 വേൾഡ് പോപ്പുലേഷൻ ഡേയുടെ തീം എന്തായിരുന്നു? 2014 ഇൻവെസ്റ്റിംഗ് ഇൻ യങ് പീപ്പിൾ എന്നതായിരുന്നു തീം. ഇൻവെസ്റ്റിംഗ് ഇൻ യങ് പീപ്പിൾ. വേൾഡ് പോപ്പുലേഷൻ ഡേ എന്നാണ്? വേൾഡ് പോപ്പുലേഷൻ ഡേ ജൂലൈ 11 2019 തീം എന്താണ്? 2019 വേൾഡ് പോപ്പുലേഷൻ ഡേക്ക് പ്രത്യേകിച്ച് തീമൊന്നും ഇല്ലായിരുന്നു. 2020 റേസ് അവയർനെസ് ഓഫ് വിമൻസ് ആൻഡ് ഗേൾസ് നീഡ് ഫോർ സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആൻഡ് വൾണറബിലിറ്റീസ് ഡ്യൂറിംഗ് ദ പാൻഡമിക് എന്നതാണ് തീമായിട്ട് എടുത്തേക്കുന്നത്. റേസ് അവയർനെസ് ഓഫ് വിമൻസ് ആൻഡ് ഗേൾസ് നീഡ്സ് ഫോർ സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആൻഡ് വൾണറബിലിറ്റീസ് ഡ്യൂറിംഗ് ദ പാൻഡമിക്. അപ്പോൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള, സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള അവയർനെസ്, അതിന് വേണ്ടിയിട്ടാണ് തീം എടുത്തേക്കുന്നത്. 2019 പ്രത്യേകിച്ച് തീമൊന്നും ഇല്ല. അപ്പോൾ 2014 ചോദിച്ചാൽ നമ്മൾ പഠിക്കേണ്ടത് 19ഉം 20ഉം ആണ്. ലാസ്റ്റ് ചോദ്യം, ദ നാഷണൽ ലീഡർ ഹു ഡൈഡ് ആഫ്റ്റർ സഫറിംഗ് ഗ്രീവിയസ് ഇഞ്ചുറീസ് ഡ്യൂറിംഗ് എ ലാത്തി ചാർജ് ക്യാരിഡ് ഔട്ട് ബൈ ദ പോലീസ് വെൻ ലീഡിംഗ് എ നോൺ വയലന്റ് പ്രൊട്ടസ്റ്റ് എഗെയിൻസ്റ്റ് ദ സൈമൺ കമ്മീഷൻ. അപ്പോൾ സൈമൺ കമ്മീഷന് എതിരായിട്ടുള്ള പ്രതിഷേധ പ്രകടനത്തിന് ലാത്തി അടിയേറ്റ് മരിച്ച നാഷണൽ ലീഡർ ആരായിരുന്നു? ലാലാ ലജ്പത് റായ്. ലാലാ ലജ്പത് റായി ആണ് ക്രൂരമർദ്ദനമേറ്റ് മരിച്ച നാഷണൽ ലീഡർ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഫാർമസിസ്റ്റിന്റെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. തുടർന്നുള്ള ചോദ്യപേപ്പറുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. വീണ്ടും കാണാം. താങ്ക്